ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു ആ ചെളിക്കകത്ത് എൻ്റെ കാല് താന്നു പോയി ഗൈസ്. ഇതുണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടോ? ചെളിക്കകത്ത് കാല് താന്നു പോയി. ഹായ് എവരിവൺ, വെൽക്കം ടു ട്രാവൽ എസ്കേപ്സ്. ഞാൻ ആകാശ് കൃഷ്ണ. അപ്പം നമ്മൾ ഇന്നിപ്പം പോകാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നാട്ടിൽ തന്നെയുള്ള, എൻ്റെ വീടിനടുത്ത് തന്നെയുള്ള പെരുന്തേനരുവി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മളിന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതൊരു ചെറിയൊരു ഹൈഡ്രോ ഇലക്ട്രിക് ഒരു സംഭവമൊക്കെയാണ്. ഒരു ചെറിയ വാട്ടർഫോൾസും പിന്നെ ചെറിയൊരു ഡാമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കപ്പോൾ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അങ്ങോട്ട് പോകാം. നമ്മളിപ്പം പറഞ്ഞിരിക്കുന്ന പെരുന്തേനരുവി എത്തിയിട്ടുണ്ട്. പെരുന്തേനരുവി ഡാമിൻ്റെ അവിടെയാണ്. ഇത് ഇവിടെ ചെറിയൊരു വെൽക്കം മാർച്ച് വരാം, അതിലേക്ക് ഞാൻ വരാം. അതിന് മുന്നേ ഇവിടെ ഒരു സൈൻ ബോർഡുണ്ട്, അതായത് ഡെസ്റ്റിനേഷൻ ബോർഡാണ്. ഈ കൊടുത്തിരിക്കുന്ന ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മൾ പോകുകയാണെന്നുണ്ടെങ്കിൽ പെരുന്തേനരുവി ഡാം, വാട്ടർഫോൾ അങ്ങനെയുള്ള സൈഡാണ് ലെഫ്റ്റ് സൈഡ്. റൈറ്റ് സൈഡിലേക്ക് പോകുകയാണെങ്കിൽ ചാത്തന്നറ, എരുമേലി എന്ന് പറയുന്ന റൂട്ടിലേക്ക് പോകുന്ന സംഭവമാണ്. അടിയിലൊരു ബേക്കറിയുടെ പരസ്യമൊക്കെ കൊടുത്തിട്ടുണ്ട്, പാർക്കിംഗ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതാണ് പെരുന്തേനരുവി. ഈ കാണുന്നതാണ് പെരുന്തേനരുവിയുടെ വെൽക്കം ബോർഡ്, അല്ലെങ്കിൽ വെൽക്കം മാർച്ച് എന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതിൽ KSEBയുടെ ഒരു പരസ്യമുണ്ട്. താഴെ കൊടുത്തിട്ടുണ്ട് പെരുന്തേനരുവി ചെറുകിട ജലവൈദ്യുത പദ്ധതിയിലേക്ക് സ്വാഗതം, വെൽക്കം ടു പെരുന്തേനരുവി സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ വഴി നമ്മൾ നേരെ പോകുന്നതാണ്, അങ്ങോട്ട് പോകുന്നത്. നമ്മൾ വന്ന് വണ്ടി ഇവിടെ കിടപ്പുണ്ട്. ആ ബേക്കറി ഉണ്ട്, ആ ബേക്കറിയുടെ പരസ്യമായിരുന്നു അവിടെ വെച്ചിരുന്നതെന്ന് തോന്നുന്നു, നെയിം ബോർഡിലുണ്ടായിരുന്നത്. അടഞ്ഞു കിടക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിയത്തില്ല. വേറെ ആൾക്കാരെ ഒന്നും ഇപ്പം ഇവിടെ നിലവിൽ കാണുന്നില്ല. നമ്മളിനിയും നടന്നു പോകുന്നത് ഡാമിലേക്കാണ്. ഈ വഴി നേരെ കിടക്കുന്ന ഡാമാണ്. സൈഡിലൊരു ചെറിയൊരു തോട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു, അതിൻ്റെ ചെറിയൊരു സൗണ്ട് കേൾക്കാം. വീഡിയോ കാണിക്കേണ്ടത്തക്ക രീതിയിലുള്ള ഒരു ഭംഗി ഇല്ലാത്തത് കൊണ്ട് ഞാൻ നേരെ തന്നെ അങ്ങോട്ട് നമ്മൾ പോവുകയാണ്, നമുക്ക് കാണേണ്ട സ്ഥലത്തേക്ക്. ഇതാണ് ഈ ഡാമിൻ്റെ ടോപ്പ് ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം. ഇതിലൂടെ വണ്ടികളൊക്കെ കടന്നു പോകും. അറ്റ് എ ടൈം ഒരു വണ്ടിയെ കടന്നു പോകത്തുള്ളൂ. മറുവശത്ത് റിസർവയറാണ്, ഡാമിലെ വെള്ളം റിസർവയറും. ഇപ്പുറത്തെ സൈഡ് ഓവർഫ്ലോ ചെയ്തു പോകുന്ന മനോഹരമായ പെരുന്തേനരുവിയുടെ കാഴ്ചകളുണ്ട്. അതിലേക്ക് നമുക്ക് പോകാം. അതിന് മുന്നേ ഇവിടുത്തെ ഇനാഗ്രേഷൻ്റെ ടൈമിലുള്ള ഒരു ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. KSEBയുടെ ഒരു ബോർഡാണ്. അതായത് ഇത് ഇനാഗ്രേറ്റ് ചെയ്ത ഡേറ്റ് 2017 ഒക്ടോബർ 23 തിങ്കളാഴ്ചയാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിരിക്കുന്നത്. ചെയ്തത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ്. പിന്നെ അധ്യക്ഷരും ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാം പേര് ഇതിലുണ്ട്. എല്ലാവരുടെയും ഞാൻ വായിക്കുന്നില്ല. ബാക്കി നമ്മൾ മുന്നോട്ട് പോവാണ്. നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. ഇതിനകത്ത് മെയിനായിട്ടും കണ്ടിട്ടുള്ള ഒരു മഴക്കാല സമയത്തൊക്കെ കലിതുള്ളി ഉള്ളകുന്ന ഒരു പെരുന്തേനരുവിയും എല്ലാം കാണാൻ സാധിക്കും. പക്ഷേ ഇത് അങ്ങനെയല്ല. ഒരു ഡിസംബർ മാസത്തിൽ വന്ന് കയറുമ്പോൾ കിടക്കുന്ന അവിടെ ഇവിടെയും കുറച്ച് വെള്ളമൊക്കെ ഉള്ള രീതിയിലുള്ള ഒരു പെരുന്തേനരുവിയുടെ കാഴ്ചയാണ്. പാറക്കെട്ടുകളും അതോടൊപ്പം മറ്റ് കുറേ കാര്യങ്ങളൊക്കെ ഉള്ള സംഭവമുള്ള ഇതാണ്. അത് കാണിച്ചു തരാം, ഞാൻ കൂടുതലല്ലേ എടുക്കട്ടെ. പെരുന്തേനരുവി ഡാമിൻ്റെ ഇപ്പുറത്തെ വശത്തെ കാഴ്ചകളായി കാണുന്നത്. മഴക്കാല സമയമാകുമ്പം ഇതിലെ വെള്ളം വന്ന് ഇങ്ങനെ ഓവർഫ്ലോ ചെയ്തിങ്ങനെ പോകുന്നതാണ്. അത് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരുന്നു. അത് ഞാൻ അതെൻ്റെ അതിൻ്റെ ഒരു ഫുട്ടേജ് ഉണ്ട്. അത് ഞാൻ ഇത് നിങ്ങൾക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാനായിട്ട് ഞാൻ ഇട്ട് തരാം. അത് കണ്ട് അതെങ്ങനെ ഉണ്ടെന്ന് പറയാം. മൊത്തം ഇതാണ് പാറക്കെട്ടുകളും സംഭവവും കല്ലാണ് മെയിനായിട്ട്. ഇതിൻ്റെ ഇടയിലൂടെയാണ് ഈ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത്. മഴക്കാലം ആകുമ്പോൾ അതങ്ങനെയാണ് കാണാം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, അറ്റ് എ ടൈം ഒരു വണ്ടിയെ കടന്നു പോകുകയുള്ളൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതേ ഒരു വണ്ടി പോകുന്നുണ്ട്, ഇതിലെ ഒരു കാറ് പാസ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ വണ്ടി ഇങ്ങോട്ട് കയറി വരാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഒരു വണ്ടിയെ വരത്തുള്ളതുകൊണ്ട് ആ വണ്ടിയെ മാറ്റി കൊടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. റിവേഴ്സ് എടുത്താൽ മൊത്തം പാറക്കെട്ടുകളാണ്. അങ്ങ് അകലെ ഒരു ബിൽഡിംഗ് നിങ്ങൾ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ആ സംഭവം ഒരു അതിൻ്റെ ഇവരുടെ തന്നെ ഒരു എന്താ പറയുന്നത്, ഒരു ഹോം സ്റ്റേ, ഒരു റിസോർട്ട് പോലൊരു ചെറിയൊരു സെറ്റപ്പാണ് താമസിക്കാനായിട്ടൊക്കെ ഉള്ളത്. മൊത്തം വെള്ളമില്ല. അങ്ങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറിയ രീതിയിൽ വെള്ളങ്ങൾ മാത്രം കാണാം, സ്പോട്ട് ചെയ്യാൻ ഇങ്ങനെ വെള്ളം. മഴക്കാലം ആകുമ്പം ഇതിങ്ങനെ ഈ പാറക്കെട്ടുകളൊന്നും കാണത്തില്ല കേട്ടോ. ഈ ഹൈറ്റിൽ ഇച്ചിരി പൊങ്ങിയിരിക്കുന്ന പാറക്കെട്ടുകൾ മാത്രമേ നിങ്ങൾക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. ബാക്കി വരുന്നത് മൊത്തം വെള്ളത്താൽ കവർ ചെയ്ത് നല്ല ഫോഴ്സിൽ ഒഴുകി പോകുന്നൊരു സ്ഥലമാണ് കാണുന്നത്.
ഡാമിൻ്റെ റിസർവോയർ ഏരിയ എന്ന് പറയുന്നത്. ഇവിടെ ഞാനത് ഒന്നെങ്കിൽ ഈ സൈഡിലോ അതല്ലെന്നുണ്ടെങ്കിൽ ആ സൈഡിലോ ഞാൻ ഇറങ്ങിപ്പോയി എന്ന് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഹൈറ്റും നല്ലൊരു റിസർവോയർ കപ്പാസിറ്റി ഉള്ള ഏരിയ തന്നെയാണ് കേട്ടോ. നല്ല അത്യാവശ്യം കഴിഞ്ഞ ഫ്ലഡിൻ്റെ ടൈമിലൊക്കെ ഈ ലെവലിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. അല്ലാതെ മഴക്കാലമാകുമ്പോൾ തന്നെ അവിടെ വെള്ളം ഉണ്ടാവും. പോരാഞ്ഞിട്ട് അവിടെ ആ കാണുന്ന ഒരു മണൽത്തിട്ട പോലത്തെ സംഭവം, കുറച്ച് മണൽ ഡിപ്പോസിഷനും കാര്യങ്ങളും എല്ലാം കാണുന്നത് കഴിഞ്ഞ ഫ്ലഡിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയാം. നല്ല രീതിയിൽ ഇവിടെയൊക്കെ വെള്ളം പൊങ്ങുകയും അതിനുശേഷം ഇങ്ങനെ സാൻഡ് ഡിപ്പോസിറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഏരിയയിലല്ലേ. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് അവിടെ ഈ കാണുന്നതെല്ലാം. നല്ലൊരു ഭംഗിയുണ്ട്. അങ്ങ് അവിടെ കാണുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം തേക്കടിയിലെ ഒരു കുറച്ച് മരങ്ങളൊക്കെ നിൽക്കുന്നൊരു സംഭവമല്ലേ, അതേപോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ. ഇവിടെ ചെറിയ രീതിയിൽ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ. അതായത് ആ സൈഡിൽ നമ്മൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. അവിടുന്ന് വെള്ളം പമ്പ് ഹൗസിലേക്ക് എടുക്കുന്നൊരു ഏരിയ ഉണ്ട്. അവിടെ അത്യാവശ്യം ഈ ഡാമിലെ റിസർവോയറിൽ നിന്നുള്ള വെള്ളം അങ്ങോട്ട് എടുക്കാനായിട്ടൊരു കനാൽ പോലൊരു ചെറിയൊരു ഭാഗം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഏരിയയിലൂടെ വെള്ളം പമ്പ് ഹൗസിലോട്ട് പോകുന്നുണ്ട്. അവിടെ നിന്ന് ആ ഏരിയ നിന്നാണെന്ന് തോന്നുന്നു ആ വരുന്ന വെള്ളത്തിൻ്റെ ഒരു സംഭവം. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന വെള്ളമെല്ലാം കിടക്കുന്നതെല്ലാം. ആ വരുന്ന വെള്ളം ഒഴുകി വന്ന് കയറുന്ന വെള്ളങ്ങളാണ് അവിടെ കാണുന്നത്. പെരുന്തേനരുവി ശരിക്കും പറഞ്ഞാൽ ഈ ടൈമിലല്ല കാണാനായിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മഴക്കാല ടൈമിലൊക്കെ വന്നു കഴിയുമ്പോഴാണ് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത്. നല്ല ഭംഗിയും ആ ടൈമിൽ തന്നെ ആവും. ഇതിപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് പെരുന്തേനരുവി കാഴ്ച എങ്ങനെയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പം ഈ ഒരു ടൈമിൽ വന്നേക്കുന്നത്. ഇപ്പം ഇതിൻ്റെ മേളിലെ ബ്രിഡ്ജിലാണ് നിൽക്കുന്നത്. ഇതാ റിസർവർ, ഞാൻ മുമ്പേ കാണിച്ച റിസർവർ. അപ്പുറത്തെ സൈഡിൽ ആ പാറക്കെട്ടുകളും സംഭവങ്ങളും എല്ലാം നിറഞ്ഞ സംഭവം. അവിടെ ഒരു പമ്പ് ഹൗസ് പോലത്തെ ഒരു സംഭവം എൻ്റെ ബാക്ക് സൈഡിലാണ്. ഈ കാണുന്നത് ഒരു പമ്പ് ഹൗസ് പോലത്തെ ഒരു സംഭവമാണെന്ന് തോന്നുന്നു. പണ്ട് മുതലേ ഇവിടെ ഉള്ളതാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല വെയിലാണ്. ഞാൻ വന്ന സമയത്തിൻ്റെ ഇതാണോ എന്ന് അറിയത്തില്ല. സമയം ഇപ്പം 11 മണി 11:30 ആയിട്ടുണ്ട്. അവിടെ നല്ല വെയിലുണ്ട്. നല്ല അത്യാവശ്യം ഒരു ഭംഗിയുണ്ട്. ഇച്ചിരി വെള്ളം കുറവാണെന്ന് പറഞ്ഞാലും ഈ പാറക്കെട്ടുകൾ കാണാനായിട്ടും അതിനിടയിൽ കിടക്കുന്ന വെള്ളവും ഈ ഒരു വെള്ളമില്ലാത്ത ടൈമിൽ ഈ പറയുന്ന പെരുന്തേനരുവിയുടെ ഈ ഒരു അഗ്രസീവായിട്ടുള്ള ലുക്ക് എന്ന് പറയുന്നത് നല്ലൊരു ഭംഗിയുള്ളൊരു സംഭവം തന്നെയാണ്. ഈ കാണുന്നത് ഡാമിൻ്റെ ഷട്ടർ ലിഫ്റ്റ് ചെയ്യാനായിട്ടുള്ള മോട്ടോഴ്സും പമ്പും കാര്യങ്ങളും ഒക്കെയാണ്. അങ്ങോട്ട് നമുക്ക് എൻട്രി റെസ്ട്രിക്റ്റഡ് ആണ്. പമ്പ് ഹൗസിലേക്കുള്ള എൻട്രി നമുക്ക് കിട്ടുമോ എന്നറിയാൻ പാടില്ല. എൻട്രി കിട്ടുമെന്നുണ്ടല്ലോ തീർച്ചയായിട്ടും ഞാൻ കാണിക്കാം. അവിടെ പ്രൊഹിബിറ്റഡ് ആണെന്ന് തോന്നുന്നു എൻട്രി ഏരിയയെല്ലാം. ഇതും ആ പറഞ്ഞേക്കുന്ന പോലെ ലിഫ്റ്റിംഗ് ഷട്ടേഴ്സും അതിൻ്റെ ക്ലാംസും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. ഇതെല്ലാം നെറ്റ് ഉപയോഗിച്ച് കവർ ചെയ്തേക്കാണ്. സോ നമുക്ക് ഈ ഏരിയയിലേക്കൊന്നും പ്രവേശനം ഇല്ല എന്ന് ചുരുക്കം പറയാം. ഇത് ഈ വരുന്നതാണ് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, അങ്ങോട്ട് പോകാനായിട്ടുള്ളൊരു കനാലുണ്ടെന്ന് പറഞ്ഞില്ല. ആ കനാലാണ് ഈ കാണുന്നത്. പമ്പ് ഹൗസിലേക്ക് വെള്ളം ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന ആ വാട്ടർ കനാൽസ്. ഷട്ടേഴ്സ് കുറച്ച് ലിഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് തോന്നുന്നു ഷട്ടേഴ്സ് എല്ലാം. അതുപോലെ തന്നെ ഇത് ഈ കാണുന്ന വാട്ടർ കനാലാണ്. അങ്ങ് പമ്പ് ഹൗസ് വരെ ഈ കനാലുണ്ടാവും. ഇങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഈ വെള്ളമാണ് ഇവിടെ നിന്നുള്ള വെള്ളം, റിസർവോയിൽ നിന്നുള്ള വെള്ളം സെപ്പറേറ്റ് ചെയ്ത് ഈ വെള്ളം വഴി നേരെ അവിടെ കൊണ്ടുപോയി പമ്പ് ഹൗസിൻ്റെ അകത്ത് എന്നിട്ടാണ് ഈ പവർ ജനറേഷൻ ഉണ്ടാകുന്നത്. നമ്മൾ നടന്ന് ഏറ്റവും അവസാനം ഇതിൻ്റെ അങ്ങേ അറ്റത്തെത്തിയപ്പോൾ ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് എക്സ്ട്രീം ലെഫ്റ്റ് സൈഡിലായിട്ട്. മുന്നറിയിപ്പ്: അതീവ സുരക്ഷാ മേഖലയായ ഇവിടെ ഡാമിന് മുകളിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കുന്ന വാഹന പാർക്കിംഗ്, കൂട്ടം കൂടി നിൽക്കുന്നുള്ള സെൽഫി എടുക്കൽ എന്നിവ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാണ് എന്ന് സ്റ്റേഷൻ എഞ്ചിനീയർ KICB ലിമിറ്റഡ് പെരുന്തേനരുവി പവർ ഹൗസ്. നമ്മളിപ്പം അങ്ങോട്ട് പോകുന്നത് ഞാൻ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരുന്ന ആ റിസർവോയർ ഉണ്ടല്ലോ, അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന ആ ഭാഗം, അവിടത്തെ അങ്ങോട്ട് പോകുന്ന വഴിയാണിത്. ഇതത്ര വലിയ രസമുള്ള വഴിയല്ല, ഒരു ഓഫ് റോഡർ എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പറയാം. കാർ സേഫായിട്ട് അപ്പുറത്ത് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ നടന്നു തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഉണ്ട്. അവിടെ എന്താ അവിടെ പരിപാടി എന്നറിയാൻ പാടില്ല. എല്ലാവരും ഇതൊക്കെ പോലെ മഴയുള്ള ടൈമിൽ ഇതുപോലെ അല്ല കേട്ടോ, നല്ല തിരക്കാണ്. കാണാനും നല്ല ഭംഗിയുണ്ട്. അതുകൊണ്ട് നല്ല തിരക്കും സംഭവമൊക്കെയാണ്. പകുതി വരെ എത്തിയിട്ടുള്ളൂ, അത് കാണിച്ചു തരാം. റിസർവോയറിൻ്റെ ഇതാണ്. ഇങ്ങനെ ഇരിക്കും. ഇത്രയും ഭാഗത്തെ വെള്ളം ഇതെല്ലാം മണ്ണ് ഡിപ്പോസിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ ഫ്ലഡിൻ്റെ സംഭവമൊക്കെ. ഇതാണ് റിസർവോയറിൻ്റെ ബാക്ക് സൈഡ്, ഇപ്പുറത്തെ വശം എന്ന് ഞാൻ പറഞ്ഞ ആ സൈഡ്. വെള്ളം കുറവാണ്. വേനലായി കഴിയുമ്പം ഒത്തിരി അതിൻ്റേതായ എഫക്റ്റും കാര്യങ്ങളും ഒന്നും കിട്ടാറില്ലല്ലോ. അപ്പം സ്പ്ലിറ്റ് വേ അല്ലെ സ്പിൽ വേ എന്നൊക്കെ പറയുന്ന ഭാഗം അവിടെ ഒരു ഇതൊക്കെ ഇട്ട് എഴുതിയിട്ടുണ്ട്. കാരണം ഈ വെള്ളത്തിൽ നിന്ന് വരുന്ന
മാലിന്യമായ സാധനങ്ങളെല്ലാം അവിടെ ആ കമ്പിൽ തട്ടി നിന്നോളൂ. എന്നിട്ട് മറ്റേ ഇതിലേക്ക് വേണ്ടുന്ന പവർ ഹൗസിലേക്ക് വേണ്ടുന്ന വെള്ളം മാത്രമാണ് ഉള്ളിലേക്ക് എടുക്കാറുള്ളത്. നനഞ്ഞു കിടക്കുകയാണ്, ഇച്ചിരി എന്തോ പോലും ഉണ്ട് കേട്ടോ. സൂക്ഷിക്കണം. ഈ ഏരിയയിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ ഞാൻ അധികം ഇതുപോലെ വെള്ളത്തിലോട്ട് ഇറങ്ങി പോയി കാണാനും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അടുത്തേക്ക് പോകാനൊന്നും ഞാൻ പറയാറില്ല. കാരണം ഇത് കുറച്ച് അപകടം പിടിച്ച ഏരിയ തന്നെയാണ്. ഇപ്പം വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തന്നെ ഇറങ്ങുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പോലും ഇറങ്ങാറില്ല. ഇത് കണ്ടില്ല, ഇതാണ് നമ്മൾ മുമ്പേ കാണിച്ച കനാലിലേക്ക് പോകുന്ന ആ ഒരു 2 ഷട്ടേഴ്സ്. ഈ 2 ഷട്ടറിനകത്തൂടെയാണ് ഈ ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഈ കിടക്കുന്ന വെള്ളം ഇങ്ങനെ വന്ന് കയറി ഈ 2 കനാൽ, ഈ 1, 2, ഈ 2 ടണൽ ഇപ്പുറത്തും ഉണ്ട് കേട്ടോ, 3. ഈ ടണലിനകത്തൂടെ ഇത് നമുക്ക് കാണാൻ തോന്നും. ആ ടണലിൻ്റെ അകത്തെ കാര്യങ്ങൾ കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് 3 കൂടെ, ഈ സൈഡിൽ നിന്നുകൊണ്ട് ഈ സൈഡിൽ നിന്ന്, ഇത് 2 കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ മെർജ് ചെയ്യണം. മെർജ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു സിംഗിൾ ടണലായിട്ട് നേരെ ആ കനാലിനകത്തൂടെ പമ്പ് ഹൗസിലേക്ക് പോകും. ഇവിടെ അത്യാവശ്യം താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു കണ്ടു കഴിഞ്ഞിട്ട്. ഈ കിടക്കുന്നത് ഇവരെ ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്ന, അവർ തന്നെ ഉണ്ടാക്കിക്കുന്ന ടെമ്പററി സെറ്റപ്പ് ഉണ്ട്. ഇതൊക്കെ സ്പിൽവേ ആയിരിക്കും. എക്സ്ട്രാ വരുന്ന വെള്ളം പുറത്തേക്ക് കളയാനായിട്ടുള്ള സംഭവം. ഇതിലെല്ലാം വെള്ളം വന്ന് കയറും. ഈ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഷട്ടേഴ്സ് ഉണ്ട്. ഇതിലെല്ലാം വെള്ളം വന്ന് അകത്തേക്ക് കയറുക, മെർജ് ചെയ്യുക, കനാൽ വഴി പോവുക. അതിലേ കിടക്കുന്ന വെള്ളം ഹൈറ്റ് കൂടുമ്പോൾ അതിലേ പുറത്തേക്ക് പോകും. അല്ലാതെ കൊടുക്കണമെന്നുണ്ടെങ്കിലും കൊടുക്കാം. അത്യാവശ്യം ഒരു രസമൊക്കെ ഉണ്ട്. മഴക്കാലത്തിന് ഇത്ര ഇല്ല, അത് ഞാൻ വീണ്ടും പറയാണ്. നനഞ്ഞ് ഈ കുറച്ച് വെള്ളവും ഈ പാറക്കെട്ടുകളും കാണിക്കാനാണോ ഈ വ്ളോഗ് എന്ന് ചോദിക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ജസ്റ്റ് ഈ ഒരു ടൈമിൽ പെരുന്തേനരുവി എങ്ങനെ ഇരിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഭയങ്കര കുഴിയുണ്ട് കേട്ടോ ചിലയിടത്തൊക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോകുന്ന അപകടം വന്ന് കേട്ടില്ല. നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ആ ഏരിയയിലേക്ക് പോയതാണ്. ഏകദേശം ആ ഒരു ഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു. ആ ചെളിക്കകത്ത് എൻ്റെ കാല് താന്നു പോയി. കേസ് ഇതുണ്ടോ, കാണാൻ സാധിക്കുന്നുണ്ടോ? ചെളിക്കകത്ത് കാല് താന്നു പോയി. ഏകദേശം ഈ ഒരു ഹൈറ്റോളം ഞാൻ അതിൻ്റെ അകത്തേക്ക് താന്നു. കാല് കഴുകി, അവസാനം കാല് കഴുകി വൃത്തിയാക്കി അവിടെ പോയി. ഓരോ നടക്കുന്ന ഇതും കാര്യം ഡ്രൈ ആയി കിടക്കുന്ന മണലാന്ന് പറഞ്ഞാലും ചവിട്ടുന്ന സൂക്ഷിച്ച് ചവിട്ടിയില്ലെങ്കിൽ താന്നു പോകട്ടോ. എനിക്കുണ്ടായ ഒരു അനുഭവം. ഇപ്പം എന്താ എവിടെങ്ങാണ്ട് ഞാൻ ചവിട്ടിയപ്പം ഞാൻ നല്ല രീതിയിൽ താന്നു പോയായിരുന്നു. എൻ്റെ ഇത് ഏകദേശം ഈ ലെവൽ വരെ ഞാൻ താന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി കാല് കഴുകി ചെളിയും മഴക്കുമൊക്കെ കാലിൽ പറ്റി. നമുക്ക് ഈ സൈഡ് കണ്ടു കിടന്നതിൻ്റെ ഇതൊക്കെ ആയിട്ടുള്ള സംഭവം ആയിരിക്കാം. നമുക്കിനി അപ്പുറത്തെ സൈഡിലേക്ക് പോകാം. ഇതിൻ്റെ മറുവശം, അതായത് ആ കനാലിലേക്ക് പോകുന്ന വഴിയും അതിൻ്റെ ആ സംഭവവും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഇനി വ്യക്തമായിട്ടൊന്ന് കാണാം. നമ്മളവിടെ പോയി അതെല്ലാം കണ്ടതിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞിട്ട് ശേഷം വണ്ടി ഇവിടെ നമ്മൾ നേരെ പോവുകയാണ്. ഇത് നമ്മൾ ഈ വഴി കിടക്കുന്നത്, ഇത് കോൺക്രീറ്റ് റോഡാണ്, ഓഫ് റോഡ് കാര്യങ്ങളൊന്നുമില്ല, നല്ല വൃത്തിയുള്ള റോഡ് തന്നെയാണ്. ഈ വഴി നേരെ പോകുന്നത് പവർ സ്റ്റേഷൻ, അവിടെയാണ് ആ ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രൊഡക്ഷൻ സെൻറ്റർ അവിടെയാണ് ഈ സംഭവം എല്ലാം നടക്കുന്നത്. അത് എക്സ്ട്രീം ലെഫ്റ്റ്. അവിടെ നിന്ന് കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോകണം, അവിടെ ആയിട്ട് വരും. നമ്മളങ്ങോട്ട് പോവുകയാണ്. അതിന് മുന്നേ നിങ്ങൾ ഈ കനാലിൻ്റെ ഇത് കാണിക്കാം. ഇത് കണ്ടില്ലേ, ഞാൻ മുമ്പേ കാണിച്ച ആ ഷട്ടേഴ്സ്, ആ 3, 1, 2, 3, ഇത് രണ്ടും കൂടെ ഇങ്ങനെ ഒരു കോണിക്കൽ ഷേപ്പിൽ വന്ന് ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് അത് മെർജ് ചെയ്ത് കനാലിൻ്റെ ഷേപ്പിൽ ഈ ഒരു ഇതിൽ ഇവിടെ നിന്ന് ഈ ഒരു സെയിം ഇതിൽ തന്നെ അങ്ങ് അവിടം വരെയും പോവുക. കണ്ടില്ല, ഇതിൽ വരുന്ന വെള്ളം ആ ഡാമിലെ റിസർവോയറിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം ഇങ്ങനെ കളക്ട് ചെയ്ത് ഇതിലൂടെ ഇങ്ങനെ വന്ന് കൊണ്ടുപോകുന്നു. കുറച്ച് സ്പിൽവേ നമ്മൾ കണ്ടിരുന്നല്ലോ അവിടെ 10 ഷട്ടേഴ്സിനകത്ത് കുറച്ച് സ്പിൽവേ ആയിരുന്നു. ആ വഴി കൂടെ പോകുന്ന വെള്ളമാണ് ആ സൈഡിൽ ചെറിയൊരു പത പോലെ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. അതിലെ വരുന്നത് നല്ല രസമാണ് കേട്ടോ. ഇവിടെ നിന്ന് ഞാൻ ഷൂട്ട് ചെയ്ത് മഴക്കാലത്തുള്ള വാട്ടർ ഓവർഫ്ലോ ചെയ്ത് പോകുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് അതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടൈമിൽ ഭംഗിയും കൂടെ അറിയാനായിട്ട് സാധിക്കും. മൊത്തം കല്ലുകളാണ്, മൊത്തം ഒരു എന്താ പറയുക, പാറ കല്ല്. നല്ല രസമാണ് മഴയുടെ സമയത്തൊക്കെ വന്ന് നിന്ന് കാണാനായിട്ട്. അല്ലാത്ത സമയത്താണെങ്കിലും തണുത്തൊക്കെ വന്ന് ചുമ്മാ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടല്ല. ഒരിക്കലും ഞാൻ എടുത്തു പറയുകയാണ്, ഒരിക്കലും ഈ ഏരിയയിലേക്കൊന്നും ഇറങ്ങിപ്പോയി നിന്ന് വെള്ളമുള്ള സമയത്താണോ അല്ലാത്തപ്പോഴാണല്ലോ ഇറങ്ങിപ്പോയി നിന്ന് ഷൂട്ട് ചെയ്യാനായിട്ടോ എന്ത് ആവശ്യത്തിനല്ല അങ്ങോട്ട് ഇറങ്ങിപ്പോകുന്നതിൽ ഞാൻ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല ഫോഴ്സിലാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. ഈ ഡാമിന് മുന്നേ ആണെങ്കിലും നല്ല രീതിയിൽ മഴയുടെ സമയത്ത് വെള്ളം വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയൊരു റൗണ്ട് ഷേപ്പിലുള്ള ഹോൾസ് ഉണ്ട്. അത് അള്ളുകളാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറയുന്നത്. ഈ വെള്ളം വീണ് ഹോളായി മാറുന്നതാണ്. അതിൻ്റെ അകത്ത് റൗണ്ട് ഷേപ്പിലാണ്, അതിൻ്റെ അകത്ത് അള്ളുകളുണ്ടാവും. ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ തിരിച്ച് കിട്ടാൻ പാടാണ്. അതേപോലെ ഡേഞ്ചറാണ്.
പ്രകൃതി മനോഹരതയും സംഭവങ്ങളും എല്ലാം ഉണ്ട്. അതിലുപരി നല്ല ഒന്നാന്തരം ഡേഞ്ചറസ് സ്പോട്ടാണ് ഈ പറയുന്ന സ്ഥലം. ഇവിടെ ഒത്തിരി അപകടങ്ങളുണ്ടായിട്ടുണ്ട്. ഈ വെള്ളത്തിൽ വീണ് തന്നെ ഒത്തിരി അപകടങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് സൈഡിൽ നിന്ന് എൻജോയ് ചെയ്യുക. ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിലും നിൽക്കാനായിട്ടുള്ള സ്പേസുകളും ഇവിടെ അങ്ങോട്ട് ഇറങ്ങാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ഈ കമ്പിവേലിയും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുള്ളൂ. അങ്ങോട്ടൊന്നും ഇറങ്ങി അപകടം വിളിച്ചു വരുത്താതെ ഇവിടെ നിന്ന് എൻജോയ് ചെയ്യുക. കാണേണ്ട കാര്യങ്ങളെല്ലാം എൻജോയ് ചെയ്ത് തിരിച്ചു പോവുക. കാരണം വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ഇനിയും നമുക്ക് ഇഷ്ടംപോലെ ഡെസ്റ്റിനേഷൻസ് കാണാനുണ്ട്. അതെനിക്കാണേലും നിങ്ങൾക്കാണേലും എല്ലാവർക്കും. കാണാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. എല്ലാം നമ്മൾ പോയി കണ്ട് എൻജോയ് ചെയ്ത് അതിൻ്റെ എല്ലാം ഒരു ഫീൽ നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ അത് വെറുതെ ഇങ്ങനെ ഒരു സ്ഥലം വന്ന് കണ്ട് അത് വീണ്ടും ഡെപ്തിൽ പോയി അതിനെപ്പറ്റി മനസ്സിലാക്കണമെന്നും പറഞ്ഞ് ഇറങ്ങിച്ചെന്ന് വെറുതെ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. സോ ഇങ്ങനെ സേഫ് ഡെസ്റ്റിനേഷനിൽ നിന്ന് സേഫ് ഒരു ഏരിയയിൽ നിന്ന് മാറി നിന്ന് കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ളവരാണെങ്കിൽ ഷൂട്ട് ചെയ്യുക, കവർ ചെയ്യാനുള്ളവരാണെങ്കിൽ കവർ ചെയ്യുക. അപ്പം സ്പിൽവേയിലേക്കകത്തൂടെ വെള്ളം വരുന്ന കാണുന്നുണ്ടോ? അയല കാരണം കാണാൻ പറ്റുന്നില്ലായിരിക്കും. അതിലെ അതാണ് ആ എക്സസ് ആയിട്ടുള്ള വെള്ളം ഇതിലെ പോകുന്നത്. ആ വരുന്ന വെള്ളം കാരണമാണ് അവിടെ ഇവിടെയൊക്കെ വെള്ളം കാണുന്നത്. വെയിലാണ്, അവിടം വരെ നടന്നു പോയാലും മടക്കും. ഞാൻ കാറിൽ പോവാണ്. അവിടെ ചെന്നിട്ട് അവരവിടെ എൻട്രി തരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അകത്ത് കയറി കാണാം. അല്ലെന്നുണ്ടെങ്കിൽ അവിടുത്തെ കാഴ്ചകളോടെ ചെയ്തിട്ട് പാക്കപ്പ് ചെയ്യും. ഇതാണ് നമ്മൾ അവിടെ കണ്ട മെയിൻ ബോർഡ് ഉണ്ടായിരുന്നല്ലോ, അത് കഴിഞ്ഞിട്ടുള്ള അടുത്ത ബോർഡാണ് ഇവിടെ കാണുന്നത്. ചെറിയൊരു ആർച്ചാണ്. അകത്തേക്ക് പെർമിഷൻ ഇല്ല കേട്ടോ. ഞാൻ ചോദിച്ചു, സെക്യൂരിറ്റി ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അകത്തേക്ക് പെർമിഷൻ ഇല്ലെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അത് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്, നോ എൻട്രി ടു ദ പബ്ലിക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമ്മൾ വെറുതെ അവർക്കും റിസ്ക് നമുക്കും റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും ഞാൻ കാണിച്ചിട്ട് പോവുകയാണ്. ഇവിടെ എഴുതിയിട്ടുണ്ട് പെരുന്തേനരുവി സ്മോൾ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സംഭവം. അവിടെ താഴെ അതിൻ്റെ കുറേ കാര്യങ്ങൾ ഈ ഇലക്ട്രിക്കിൻ്റെ സംഭവം കാര്യങ്ങളൊക്കെയാണ് അതിലവിടെ ഉണ്ട്. റിസ്ക് എടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോകണില്ല. പുള്ളി പോകണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്കും എന്തോ റിസ്ക് സീനാന്ന് പറഞ്ഞു. അവിടെ അതിൻ്റെ ജനറേറ്റേഴ്സും ബാക്കി കാര്യങ്ങളും ഒക്കെ കാണാം. KCBയുടെ ഓരോ എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളാണ്. പവർ ജനറേഷൻ ഓഫീസ് ഇതിൻ്റെ അകത്താണെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ സൗണ്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ മോട്ടോഴ്സിൻ്റെ ജനറേറ്റേഴ്സും ഒക്കെ വർക്ക് ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അവിടെ ഇരിക്കാനായിട്ടൊക്കെ സ്ഥലമുണ്ട് കേട്ടോ. മേളിൽ ആ ഭാഗത്തൊക്കെ ആയിട്ട് ഇരിക്കാനായിട്ടൊക്കെ ഓരോ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചെറിയ കസേരയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എപ്പോഴേലും ഒരു പെർമിഷൻ കിട്ടി ഇതിനകത്ത് കയറാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ കയറി കാണിച്ചു തരാം. അപ്പം ബാക്കി ഇത് കളക്ഷൻ ടാങ്കാണ് ആ കാണുന്നത്. റിസർവോയറിൽ നിന്ന് വെള്ളം ഇതിനകത്ത് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നാണ് താഴോട്ട് പവർ ജനറേഷൻ്റെ സംഭവത്തിലേക്കൊക്കെ പോകുന്നത്. ഇതും ലോക്ക്ഡൗണ്, എൻട്രി റെസ്ട്രിക്ഷൻ. ആ കാണുന്നതാണ് നമ്മൾ മുമ്പേ കാണിച്ച ആ പവർ ജനറേഷൻ ഓഫീസ്, അതായത് മെയിൻ ഓഫീസിലേക്ക് പോകുന്ന വഴി. അതിൻ്റെ സംഭവങ്ങൾ ഇവിടെയും ബോർഡ് വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് തമാശയല്ല, കാര്യമായിട്ടാണ്. അത്യന്തം അപകടകരമായ ഈ ഭാഗത്ത് കൂട്ടം കൂടി നിൽക്കുകയോ സെൽഫി എടുക്കുവാനോ ശ്രമിക്കരുത്. ചെറിയ കുട്ടികളും കൈക്കുഞ്ഞുമായി വരുന്ന രക്ഷകർത്താക്കൾ അവരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഓർക്കുക, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചെറിയ പിഴവ് പോലും ചെന്നെത്തുന്നത് മരണത്തിലേക്കായിരിക്കാം. സോ എക്സ്ട്രീം ലെവൽ കെയറിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ വരുമ്പോൾ സൂക്ഷിക്കുക. കനാലിൻ്റെ എൻഡിങ് ഭാഗമാണ് ഈ കാണുന്നത്. ഇത് കണ്ടില്ലേ, കനാലിൽ നിന്ന് വരുന്ന ആ വെള്ളം അവിടെ ചെന്ന് സർജ് ടാങ്കിലേക്ക് ചെന്ന് കയറുന്ന. അവിടെ നിന്ന് ഇത് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം പവർ ജനറേഷനായിട്ട് അതിൻ്റെ അകത്തേക്കുള്ള ജനറേറ്ററുകളിലേക്കും സംഭവത്തിലേക്കുമൊക്കെ പോകുന്നതാണ്. ഇതിനെപ്പറ്റി വ്യക്തമായിട്ടൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ ഞാൻ പറയുന്നില്ല. ഇത് വെള്ളം കൂടുതൽ വന്നു കഴിയുമ്പോഴത്തേനും ഓവർഫ്ലോ ചെയ്ത് ഇതിലേക്കൂടെ പിള്ളേരൊക്കെ കിൻഡർ ഗാർഡനിൽ കളിക്കുന്ന സ്ലൈഡിൽ പോകുന്ന പോലെ ഇതിലൂടെ വെള്ളം ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് തിരിച്ച് വീണ്ടും അരുവിയിലേക്ക് തന്നെ പോകാനായിട്ടുള്ളൊരു വഴിയാണിത്. ഇത് പക്ഷേ നല്ല ഈ മഴയുടെ സമയത്തും ഓവർഫ്ലോ ചെയ്ത് പോകുന്ന സമയത്തും കാണാൻ നല്ല രസമാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു അത് കാണാനായിട്ട്. ഞാൻ ഇത് നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട്. വെള്ളം ഇങ്ങനെ ചെറിയ ലൈറ്റായിട്ട് ചെറിയൊരു പാളി പോലെ ഇങ്ങനെ ഒഴുകി നേരെ അങ്ങോട്ട് ഇറങ്ങിപ്പോകും. നല്ല രസമാണ്. ഈ സ്ലൈഡിൽ നമ്മൾ വണ്ടർലയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സ്ലൈഡിൽ നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് പോകുന്നത്. ഇതുപോലുള്ള കൂടുതൽ ട്രാവൽ ബ്ലോഗ്സ് കാണാനായിട്ടും ട്രാവൽ ഡെസ്റ്റിനേഷൻ കാണാനും കുറേ വിശേഷങ്ങൾ അറിയാനായിട്ടും എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനും പുതിയതാണ്, ചാനലും പുതിയതാണ്. ഇതേപോലെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ പുതിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വെറൈറ്റി ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വരും. ടിൽ ദെൻ ബൈ ബൈ, ആകാശ് ഷൈനിങ്.